കടക്കെണി വിമോചന മുന്നണി വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് കടക്കെണിയിൽ ആയവരുടെ കൂട്ടായ്മയാണ് കടക്കെണി വിമോചന മുന്നണി. വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ടൗൺ ഹാളിൽ നടന്ന കുടുംബ സംഗമം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ ലോൺ എടുത്തവരുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ കിടപ്പറയിലേക്കാണ് വരുന്നത്. എന്താ കാരണം? അത് നമ്മൾ കടം വാങ്ങിപ്പോയില്ല. അതുകൊണ്ട് അവന്റെ എല്ലാ തിന്മകളെയും അവന്റെ തില്ലാവലി എന്നാണ് അതിന് പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുകയാണ്. നമ്മുടെ വീട്ടകത്ത് കയറിയിരിക്കുന്നു. ഞങ്ങൾ പലരും പറഞ്ഞു, വീടുകളിൽ അവൻ കടന്നു വരും 1 ലിറ്റർ പെട്രോളും ഒരു തീപ്പെട്ടിയും കരുതിക്കണം, ഒരു വര വരയ്ക്കണം. ഈ വരയ്ക്ക് ഇപ്പുറം കടന്നാൽ ഈ പെട്രോൾ കൂടി അവനെ കത്തിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ നമ്മളെല്ലാം പ്രവൃത്തി ചെയ്യേണ്ടത്, അല്ലെ നമ്മളെല്ലാം മരിക്കേണ്ടവർ, നമ്മളെല്ലാം വിഷകരിക്കേണ്ടവർ ഈ അധമന്മാർ, ഈ തമ്മാടി പലിശകൾ, ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, ബാങ്കിംഗ് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ചെണ്ട കൊട്ടി പിന്നെ എന്താ പറയാ വിളംബരം ചെയ്യാനായിരിക്കുന്ന അവരുടെ മേലധികാരികൾ ഇവരെ നമ്മളുടെ വീടുകളിലേക്ക് കടന്നു വന്നാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ 1 ലിറ്റർ പെട്രോളും ഒരു തീപ്പെട്ടിയും കരുതി വെക്കണം. നമ്മുടെ വീടുകളിൽ വന്ന് അവരുടെ മേലെ ഒഴിക്കുകയും കത്തിക്കുകയും ചെയ്യണം. നിങ്ങൾ ശിവൻകുട്ടി തന്നെയാണ് പറയുന്നത്, തർക്കമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ വീട്ടിന്റെ പടി അകത്ത് കടക്കാൻ അനുവദിക്കരുത്. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സജീവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് ജില്ലാ സെക്രട്ടറി കാരായി ആരുഷ്, താലൂക്ക് സെക്രട്ടറി അനിൽകുമാർ, താലൂക്ക് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കാലഘട്ടത്തിൽ മാർക്കറ്റിൽ സപ്ലൈ അതിന് മൊത്തം ബാങ്കുകളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപ വായ്പ കൊടുക്കാം ആർക്ക്? ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക്. അങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തെന്ന് നോട്ട് നിരോധനം. ഈ നോട്ട് നിരോധനം നടത്തിയതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? ജനങ്ങൾ ഭയങ്കര പാപ്പരീകരിക്കപ്പെട്ടു, ജനങ്ങൾ കടക്കണിലായി. കടക്കണി വിമോചന മുന്നിൽ പറയുന്നത് എന്താണെന്നറിയോ? ജനങ്ങളുടെ കടം എഴുതിത്തള്ളണം. 42 ലക്ഷം കോടി രൂപ യാതൊരു ഉളുപ്പുമില്ലാതെ ജനങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ കടം കൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കോർപ്പറേറ്റുകൾ കടം എഴുതിത്തള്ളുമ്പോൾ ജനങ്ങളുടെ കടം എഴുതിത്തള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരുടെ കടം എഴുതിത്തള്ളുന്നത് അങ്ങേയറ്റം രാജ്യദ്രോഹമാണ്. ഈ കടം എഴുതിത്തള്ളുമ്പോൾ കോർപ്പറേറ്റ് ശക്തികളിൽ അവർ സ്വിസ് ബാങ്കിലടക്കമുള്ള ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം എത്രയാണെന്ന് അറിയോ? 35 ലക്ഷം കോടി രൂപയാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, 35 ലക്ഷം കോടി രൂപ പിടിച്ചെടുക്കും. ഓരോ ഇന്ത്യക്കാരന്റെയും പേരിൽ 14 ലക്ഷം രൂപ ബാങ്ക് ഡിപ്പോസിറ്റ് ഇടും. എന്താ ചെയ്തോ? ഇല്ല. ഞങ്ങൾ പറയുന്നത് ഇന്ത്യൻ ജനതയുടെ കടം എഴുതിത്തള്ളണം. ഈ 35 ലക്ഷം കോടി രൂപ 1-2 മാസം കൊണ്ട് തിരിച്ചു പിടിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ 20 ലക്ഷം കോടി രൂപ പോലും ഇന്ത്യൻ ജനതയുടെ കടമില്ല. കിട്ടാക്കടത്തിന്റെ വെറും 15% മാത്രമാണ് അധ്വാനിക്കുന്ന ഇന്ത്യൻ ജനതയുടെ കടം. എന്നാൽ കിട്ടാക്കടത്തിന്റെ 85% ഇന്ത്യൻ ജനതയെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് കൊളയട്ടകളുടെയാണ്. എന്നാൽ കോർപ്പറേറ്റ് കൊളയട്ടകളുടെ കടങ്ങൾ എഴുതിത്തള്ളുക, ഇന്ത്യൻ ജനതയുടെ കടം എഴുതിത്തള്ളുന്നില്ല. 67,000 കോടി രൂപ അവകാശികളില്ലാത്ത പണമുണ്ട് ഇന്ത്യൻ ബാങ്കുകളിൽ. 67,000 കോടി രൂപ ഈ അവകാശികളില്ലാത്ത പണം എടുത്തുകൊണ്ട് പോലും അതിദരിദ്രരുടെ കടം എഴുതിത്തള്ളാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കടമില്ലാതെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇത് സംജാതമാകണം. നമുക്കറിയാം, പണ്ട് 57 മുമ്പേ ഒരു ഗ്രാമത്തിനകത്ത് ഒരു പനി വന്നാൽ ആ ഗ്രാമം മുഴുവൻ അറിയുമായിരുന്നു. എന്നാൽ ഇന്നോ ഒരു ഗ്രാമത്തിൽ എത്ര ജപ്തി നടക്കുന്നുണ്ട്, എത്ര ഭീഷണി നടക്കുന്നുണ്ട്, എത്ര ബാങ്കുകാർ വീട്ടിൽ പോകുന്നുണ്ട്, അറിയുന്നില്ല, പരസ്പരം അറിയുന്നില്ല.